ഇന്ന് ഔസേപ്പിതാവിൻ്റെ നേർച്ച ദിവസമാണ് കേട്ടോ. മരണത്തിരുന്നാളിൻ്റെ നേർച്ച ദിവസമാണേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇടവകയിൽ നേർച്ച സദ്യ കഴിക്കാൻ പോവുകയാണേ. സീമയുടെ വീടിൻ്റെ അടുത്തായിട്ടാണ്, പള്ളിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ അവർക്ക് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിള്ളേരെയും കൂട്ടി 3 പിള്ളേരെയും കൂട്ടി പോകുന്നതാണേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പരിചയക്കാരെയൊക്കെ കണ്ടുമുട്ടി. ഞങ്ങൾ ആദ്യം തന്നെ ഔസേപ്പിതാവിൻ്റെ രൂപം മുത്തി നേർച്ചയിട്ടിട്ടാണ് കേട്ടോ ക്യൂ നിന്നത്. അപ്പോൾ ഇവിടെ വിളമ്പാൻ നിൽക്കുന്നതും ഞങ്ങളുടെ പരിചയക്കാരും അയൽവക്കക്കാരും ഒക്കെ തന്നെയാണ്. ചിലരൊക്കെ എന്നെ കുറേ നാൾ ശേഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതുപോലെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചീനെ, ആൻ ചേച്ചീനെയൊക്കെ കണ്ടപ്പോഴേക്കും ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു ആൻ ചേച്ചീനെ കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ചോറ് വാങ്ങിച്ച്, അപ്പോൾ പിള്ളേർ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് അവർക്കും സെപ്പറേറ്റ് പ്ലേറ്റിലാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പായസവും അമ്മച്ചിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഊണ് ഞങ്ങൾ പാത്രം കൊണ്ടുപോയിട്ട് അമ്മച്ചിക്ക് ഊണും വാങ്ങിച്ച് പായസവും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് അമ്മച്ചിതേ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കണേ കേട്ടോ.